ശബരിമല മെസ് നടത്തിപ്പിൽ പോലീസിനെതിരെ ധനവകുപ്പ്. ആസൂത്രണമില്ലാതെ കൂടുതൽ തുക ചെലവഴിച്ചെന്ന് ധനവകുപ്പ് വിമർശിച്ചു. ഭരണാനുമതി നൽകിയ തുക മാത്രം ഇനിയും ചെലവഴിച്ചാൽ മതിയെന്നാണ് മുന്നറിയിപ്പ്. ചെലവിനായി 38 ലക്ഷം കൂടി അനുവദിക്കണമെന്ന ആവശ്യത്തിലാണ് ധനവകുപ്പ് എതിർപ്പ് പ്രകടിപ്പിച്ചത്. വിവരങ്ങൾ ആർ രാജീവ് നൽകും. രാജീവ്, എന്തുകൊണ്ടാണ് ഈ മെസ്സുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇത്തരമൊരു വിമർശനം ധനവകുപ്പിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്? ഗൗതം, ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും പോലീസും ധനവകുപ്പും തമ്മിലുള്ള തർക്കം രൂക്ഷമാകുന്നത്. നേരത്തെ പോലീസ് വാഹനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് ധനവകുപ്പും പോലീസും തമ്മിൽ ഏറ്റുമുട്ടലിലേക്ക് കടന്നിരുന്നു. മുൻകൂർ അനുമതിയില്ലാതെ പോലീസ് പണം ചെലവഴിക്കുന്നു എന്നായിരുന്നു ധനവകുപ്പ് ചൂണ്ടിക്കാണിച്ചത്. ഇനി ഈ രീതിയിൽ ചെലവഴിച്ചാൽ പണം അനുവദിക്കില്ല എന്നും ആ ഘട്ടത്തിൽ ധനവകുപ്പ് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ പോലീസിൽ പോലുള്ള അടിയന്തരമായ കാര്യങ്ങളിൽ ഏർപ്പെടുന്ന ക്രമസമാധാന ചുമതലയുള്ള സംവിധാനങ്ങൾക്ക് മുൻകൂർ അനുമതി വാങ്ങി പണം ചെലവഴിക്കാൻ കഴിയില്ല എന്ന് അന്ന് സംസ്ഥാന പോലീസ് മേധാവി ധനവകുപ്പിനെ അറിയിച്ചിരുന്നു. ഇതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും ഒരു തർക്കം രൂക്ഷമായി ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ മണ്ഡല മകരവിളക്ക് കാലത്തെ ചൊല്ലിയാണ് ഇപ്പോൾ പോലീസിൽ ധനവകുപ്പും തമ്മിലുള്ള തർക്കം രൂക്ഷമായി തുടരുന്നത്. അതായത് പോലീസ് മെസ്സ് നടത്തിപ്പ്, ശബരിമലയിലെ പോലീസ് മെസ്സ് നടത്തിപ്പിനായി അന്ന് സംസ്ഥാന പോലീസ് മേധാവി പണം ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരിനെ സമീപിച്ചിരുന്നു. 3 കോടി രൂപയെങ്കിലും വേണമെന്നായിരുന്നു സംസ്ഥാന പോലീസ് മേധാവിയുടെ ആവശ്യം. എന്നാൽ സർക്കാർ അനുവദിച്ചത് 2,65 ലക്ഷം രൂപയാണ്. ഈ തുക മതിയാവില്ലെന്ന് സംസ്ഥാന പോലീസ് മേധാവി ആ ഘട്ടത്തിൽ തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു. എന്നാൽ സർക്കാർ കൂടുതൽ തുക അനുവദിക്കാൻ തയ്യാറായില്ല. ഇതിനുശേഷമാണ് ഈ പോലീസ് മെസ്സ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട് കൂടുതൽ തുക ചെലവഴിക്കേണ്ടി വന്നിട്ടുണ്ട്. 38 ലക്ഷം രൂപയോളം അധികമായി അനുവദിക്കണമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംസ്ഥാന പോലീസ് മേധാവി വീണ്ടും കത്തയച്ചു. പോലീസിൽ നിന്നാണ് നിലവിൽ തുക ചെലവഴിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 38 ലക്ഷം രൂപ അടിയന്തരമായി അനുവദിക്കണമെന്ന ആവശ്യമായിരുന്നു സംസ്ഥാന പോലീസ് മേധാവി മുന്നോട്ട് വെച്ചത്. 2 തവണ കത്തയച്ചെങ്കിലും ധനവകുപ്പ് ഇതിനോട് അനുകൂലമായി പ്രതികരിച്ചിരുന്നില്ല. ഇതിനുശേഷവും സംസ്ഥാന പോലീസ് മേധാവി അടിയന്തരമായി പണം അനുവദിക്കണമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കത്ത് നൽകിയിരുന്നു. ഈ കത്തിലാണ് നിലവിൽ ധനവകുപ്പ് എതിർപ്പ് വ്യക്തമാക്കിയിരിക്കുന്നത്. മുൻകൂർ അനുമതിയില്ലാതെ ഇനി മുതൽ പണം ചെലവഴിക്കുകയാണെങ്കിൽ, അതായത് ഭരണാനുമതി നൽകുന്ന തുകയ്ക്കും അപ്പുറത്തേക്ക് പണം ചെലവഴിക്കുകയാണെങ്കിൽ അത് അനുവദിക്കാൻ കഴിയില്ല എന്ന് ധനവകുപ്പ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. നിലവിലിപ്പോൾ ഏതായാലും 38 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. ഇനി ഇത് ആവർത്തിക്കരുതെന്ന കർശനമായ നിർദ്ദേശമാണ് ധനവകുപ്പ് നൽകിയിരിക്കുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ ധനവകുപ്പ് പണം അനുവദിക്കില്ല എന്ന മുന്നറിയിപ്പ് കൂടി പോലീസിന് നൽകിയിട്ടുണ്ട്. നേരത്തെയും പല വിഷയങ്ങളിലുമുള്ള എതിർപ്പ് ധനവകുപ്പും പോലീസും തമ്മിൽ നിലനിൽക്കുകയാണ്. അത് പോലീസിന് അടിയന്തര ആവശ്യങ്ങൾക്കുള്ള ആയുധങ്ങൾ വാങ്ങുന്നതിനും വാഹനങ്ങൾ വാങ്ങുന്നതിനും ഉൾപ്പെടെയുള്ള പ്രതിസന്ധികൾ നിലനിൽക്കുന്നുണ്ട്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അനുകൂലമായ നിലപാട് ഇക്കാര്യങ്ങളിലൊന്നും ഉണ്ടാകുന്നില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നേരത്തെ സംസ്ഥാന പോലീസ് മേധാവി രംഗത്ത് വന്നിരുന്നു. കേന്ദ്ര സർക്കാർ നൽകിയ തുക ഉപയോഗിച്ചുകൊണ്ടാണ് നേരത്തെ പോലീസ് വാഹനങ്ങളും അതുപോലെ തന്നെ ആയുധങ്ങളുമൊക്കെ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്തിൻ്റെ ഭാഗത്തു നിന്നും മതിയായ തുക അനുവദിക്കുന്നില്ലെന്ന പരാതി പോലീസിൽ തന്നെ വ്യാപകമായുണ്ട്. ഇതിനൊപ്പമാണ് പോലീസ് വാഹനങ്ങൾക്ക് ഇന്ധനം പോലും നിറയ്ക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായത്. പല പോലീസ് സ്റ്റേഷനുകളിലും ഇന്ധനമില്ലാതെ വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യമുണ്ടായി. തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് പോയ പോലീസ് ഉദ്യോഗസ്ഥരും വാഹനങ്ങളിൽ ഇന്ധനം നിറയ്ക്കാൻ പണമില്ലാതെ തമിഴ്നാട്ടിൽ തന്നെ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇത് ജനൻ TV പുറത്തുവിട്ടതോടെയാണ് തുറന്ന് അടിയന്തരമായി ധനവകുപ്പ് പണം അനുവദിച്ചത്. ഏതായാലും ഇപ്പോൾ വീണ്ടും പോലീസും ധനവകുപ്പും തമ്മിലുള്ള ഏറ്റുമുട്ടൽ രൂക്ഷമായി തുടരുകയാണ്. ഗൗതം.